ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളൊരു നാടൻ പലഹാരമായിട്ടാണ്. വളരെ ഹെൽത്തിയും സോഫ്റ്റും ആയിട്ടുള്ള ചക്കയുടെയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കാം. വളരെ പെർഫെക്റ്റ് ആയിട്ടും സിമ്പിളായിട്ടും ചക്ക വരട്ടിയത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ഒന്ന് കാണണേ. ഇനി ഇത് ഈ നെയ്യിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഈ ഒരു ചക്ക വരട്ടിയത് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഒരു 7 മാസം ആവാറായിട്ടുണ്ട്. ഇപ്പോഴും ഒട്ടും കേടൊന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാനിത് 2 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ കണ്ട നന്നായിട്ട് തന്നെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്തും ചക്കയുടെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒട്ടും കട്ടയൊന്നും പിടിക്കാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഗോതമ്പ് പൊടിയുടെ പച്ച ചുവയൊക്കെ ഒന്ന് പോയിട്ട് കുക്കായി വരണം. ഇനി ഇതിലോട്ട് 1/4 മുറി തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ഇട്ടുകൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ചക്കയുടെ കൂട്ട് ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പാകത്തിൽ വേണം റെഡിയാക്കി എടുക്കാൻ. ഞാൻ എന്താ ഇവിടെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം ചക്കയുടെ കൂട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. ഇനി നീളത്തിലൊന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് ഒട്ടും പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കി കൂടി എടുക്കാം. ഇപ്പോൾ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു സ്റ്റീമർ വെച്ച് കൊടുക്കാം. ഇനി മടക്കി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കയുടെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ ചക്കയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി ഇത് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചക്കയുടെ എന്തായെന്ന് തുറന്നു നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. എന്തൊരു സ്മെല്ലാന്നറിയോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു പരുവാണ്. പിന്നെ ചക്ക വരട്ടിയതിൻ്റെയും വാഴയിലയുടെ ഒരു ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ്. ഇതൊരു 1 ഡേ മുഴുവനായും ഇങ്ങനെ തന്നെ വെച്ചാലും ഹാർഡായി പോകത്തേ ഇല്ല. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ചൂട് ചായക്കൊപ്പം ഇതുപോലെ ഒരു ചക്കയുടെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ചക്കയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.